നല്ലത്. പക്ഷെ ആ എന്തെങ്കിലും കൊണ്ട് ഇത് വലിച്ചു മാറ്റി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അല്ല ഈ ചപ്പോ ഇത് ഇവിടെ കിടന്ന ചപ്പ് ഇവിടെ നികത്താൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന, കാരണം അല്ലേ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ ഇവിടെ നികത്തി കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കുത്തി പൊക്കി നിങ്ങൾ മാറ്റും, അവിടെ നിന്ന് അങ്ങോട്ടും മാറ്റും. ഇപ്പൊ എത്ര ദിവസമായി കിട്ടിയിട്ട്? ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച. മൊത്തം എത്ര ദിവസം ഉണ്ട് എന്റെ കണക്ക്? 3 മാസം. 3 മാസം കിട്ടണല്ലേ? 3.5 മാസം. ഇടമാറ്റാനും സമ്മതിക്കണില്ലല്ലോ, കാല് മാറ്റാൻ സമ്മതിക്കില്ല. മാറ്റുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വലിച്ചു കിട്ടും, ഫ്രണ്ടിൽ വലിച്ചു കെട്ടി കഴിച്ച് ബാക്ക് ചെയ്യുന്നു. എന്നാലും തിരിഞ്ഞു വരും. അത് ഭയങ്കര മെയ്വഴക്കാണ്. ഉപദ്രവകാരിയൊന്നും അല്ലല്ലേ? ഉപദ്രവകാരി ഇപ്പൊ ഈ സമയത്ത് ഉപദ്രവമാണ്. ഞങ്ങൾ രണ്ടുപേരും അടുപ്പിക്കില്ല. ചെയിൻ വലിച്ചു പൊക്കണുണ്ട്. അതൊക്കെ അതിന്റെ പരിപാടി. ദേഷ്യം വന്നിട്ടാണെന്ന് തോന്നുന്നു. പൊട്ടിക്കാൻ നോക്കണതല്ലേ? സ്ട്രോങ് ചെയിനൊക്കെ തന്നല്ലേ? പിന്നെ ഇത് പുതിയതാ. മറ്റേ ആ കെട്ടിയിരിക്കുന്നത് മാവേലിക്കര ഉണ്ണികൃഷ്ണനായുടെ ചങ്ങലയാണ്. ഞാൻ 5 വർഷം കൂടുമ്പോൾ ആണെങ്കിൽ ചങ്ങല മാറണം. അപ്പൊ അതുവരെ തേയ്മാനം വരുമല്ലേ. അത് ഈ മതപ്പാട് കെട്ടാൻ നേരത്ത് ചങ്ങല ശ്രദ്ധിച്ച് കെട്ടി ബോധ്യം വരണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞതിൻ്റെ പല പ്രാവശ്യം കൊണ്ട് ഇവിടെ കണ്ട് കെട്ടി അവിടുത്തെ കല്ലും പറിച്ച് കൊണ്ട് ഇവിടുത്തെ ചങ്ങല പൊട്ടി ആനക്കാരെയൊക്കെ ഓടിച്ച് അതുകൊണ്ട് പിന്നെ ആന ദേവോദ്രവൊക്കെ ചെയ്ത് അവിടെ കൊണ്ട് കെട്ടിയത്. അവിടെ കണ്ട കെട്ടിയത് ആ ടൈമിൽ. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ കെട്ടാമെന്നൊക്കെ വിചാരിച്ചു. സ്ഥലം നോക്കിയിട്ട് ഇവിടെ ആരും സമ്മതിക്കണില്ല. അതായത് നമുക്ക് റിസ്ക്കാ. മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? മരുന്നൊന്നുമില്ല. കെട്ടിയിട്ട് വഴി പോകാൻ നിർത്തിയുള്ളൂ. മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പൊട്ടിയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അല്ല, നല്ല ഒലിവാ. ദേഷ്യം ദേഷ്യമല്ല, അതങ്ങനെ കളിക്കുന്ന തലയ്ക്ക് ഇതങ്ങ് മന്ദത അതിന്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ കാണിക്കുന്നത്. എത്ര പ്രായം വരും? ഇതിപ്പോ ഒരു 20 വയസ്സ് കുറയാതെ ഉണ്ട്. ശരി. പേരെന്തോ? പ്രേംശങ്കർ. അനുസരിക്കും? നിങ്ങൾ പറഞ്ഞാലൊക്കെ അനുസരിക്കുമല്ലേ? ഇപ്പൊ ഒന്നുമില്ല. ആളെ തിരിച്ചറിയാനില്ലായിരിക്കും അല്ലേ? പട്ടയൊക്കെ എടുക്കും. പനങ്കയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൊണ്ട് പനയുടെ തടി കൊണ്ടിരിക്കുക. അത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുത്തി പറിച്ച് കുറച്ചൊക്കെ തിന്നും, കുറച്ചൊക്കെ നമ്മൾ വലിച്ചെറിയും. ഇത് കൊണ്ട് കൊടുക്കുന്നത് ഇതൊന്ന് കുത്തി തറച്ച് വരുമ്പോൾ തലയൊക്കെ അന്ന് അണങ്ങി കഴിഞ്ഞാലേ ഒലിക്കാൻ എളുപ്പമുണ്ട്. പല്ല് കൂട്ടി കടിക്കുന്ന ശബ്ദമല്ലേ കേൾക്കുന്നത്? അവിടെ ആ സ്ഥലത്ത് ഇവിടെ പൊങ്ങിയിരുന്നെങ്കിൽ ആ മൂത്രം കെട്ടി നിൽക്കാതിരുന്നെ. ഇതാ തന്നെയല്ല, നമ്മൾ എവിടെ കെട്ടിക്കഴിഞ്ഞാലും ചില ആനകളുടെ പ്രത്യേകത അത് ഫ്രണ്ടിൽ നിന്ന് ഇതെല്ലാം കുഴിച്ചെടുത്ത് കഴിഞ്ഞ് പുറകിലേക്ക് കെട്ടിയിടും.